നിങ്ങളെല്ലാവരും പേരളി ക്ഷേത്രത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നല്ല പ്രസിദ്ധമായ ഒരു അമ്പലമാണ് ഈ പേരളി ക്ഷേത്രം എന്ന് പറയുന്നത്. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ആദ്യം അവിടെ ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നാണ് ഈ കുളം എന്ന് പറയുന്നത് കേട്ടോ. അതിൻ്റെ ഭംഗിയൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ നമ്മൾ കുളം കണ്ടതിന് ശേഷമാണ് നമ്മൾ അമ്പലത്തേക്ക് പ്രവേശിക്കുക. അപ്പോൾ കുളം കണ്ടതിന് ശേഷം നേരെ അമ്പലത്തേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തത്. ഈ അമ്പലത്തിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വലിയ ആൽത്തറയുണ്ട്. ഈ ആൽത്തറയ്ക്ക് ഒരു ചരിത്രമുണ്ട്. ഈ ആൽത്തറയുടെ അടിയിൽ നമ്മൾ എന്തെങ്കിലും മനസ്സിൽ ആഗ്രഹിച്ച് ഒരു ഇലയിൽ ഒരു കല്ല് വെച്ച് കഴിഞ്ഞാൽ അത് സാധിക്കുമെന്നാണ് പറയുന്നത്. അവിടെ ഉള്ളവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അതിനനുസരിച്ച് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്പലത്തിൽ നിന്ന് പിന്നെ നേരെ ഇറങ്ങിയത് കുളത്തിലേക്കാണ്. കുളം കണ്ടപ്പോൾ തന്നെ അവിടെ നിന്ന് പോകണം എന്നുണ്ടായിരുന്നു. അങ്ങനെ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയതിന് ശേഷം നമ്മൾ കുളത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. കുളത്തിൽ കണ്ട കാഴ്ചകൾ അതിമനോഹരമായിരുന്നു. ഒരുപാട് മീനുകൾ കേട്ടോ, പല തരത്തിലുള്ള പല കളറിലുള്ള മീനുകൾ. നമ്മൾ കാല് ഇറക്കി വെക്കുന്ന സമയത്ത് അവർ നമ്മൾ വന്ന് മസാജ് ചെയ്യുന്ന രീതിയിൽ കേട്ടോ, വേദനിപ്പിക്കല്ല, നല്ല എന്താ പറയുക, നല്ല പ്രത്യേക ഒരു സുഖമാണ്. അവർ വന്ന് നമ്മുടെ കാലിൽ ഇങ്ങനെ മസാജ് ചെയ്യുന്ന പോലെ നല്ല ഫീലായിരുന്നു. അപ്പോൾ അവിടെ വന്നവരെല്ലാവരും അമ്പലത്തിൽ നിന്ന് നേരെ ഇറങ്ങുന്നത് ഈ കുളത്തിലേക്കാണ്. അപ്പം ഞങ്ങളും അതേപോലെ തന്നെ കാലൊക്കെ ഇട്ട് കുറച്ച് നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ കുളം തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. ബൈ ബൈ.